ഇന്ന് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു മൊഹിറ്റോ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുരു എല്ലാം മാറ്റി കൊടുക്കണം. പിന്നെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് സിറപ്പും പിന്നെ പ്ലെയിൻ സോഡയായിട്ടും എടുത്തിട്ടുള്ളത്. പ്ലെയിൻ സോഡ എടുത്തതുകൊണ്ട് തന്നെ അതിൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. സ്പ്രൈറ്റോ സെവനപ്പൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് 4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രഷ് മിൻറ്റ് ലീവ്സും കൂടെ വേണം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില വേണം എടുക്കാനായിട്ട്. അത് 1-2 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു പിഞ്ച് സോൾട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ലെമണ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചതച്ചെടുക്കുക. അതും കൂടെ നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്നിങ്ങനെ അമർത്തിയെടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് കുത്തി ഉടച്ചെടുക്കരുത്. അപ്പോൾ കയ്പ്പരസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പുതിന ചേർത്ത് കൊടുക്കുമ്പോൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പീസാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്കായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവർ കുറവാണെങ്കിൽ ലേശം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മധുരത്തിനായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ പ്ലെയിൻ സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 7-അപ്പൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്ക് സോഡയും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളെ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള മൊഹിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ കുടിക്കാറ്. മിൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലെമണിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്.